പൊങ്കൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ കേരളത്തിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ 3-4 ദിവസം നമ്മളിവിടെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പൊങ്കലിൻ്റെ ആഘോഷങ്ങളും ബാക്കിയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണണം. അപ്പോൾ നമ്മുടെ എണ്ണൂർ ഏതാണ്ട് ഒരു 1000 കിലോമീറ്ററോളം ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. പൊങ്കലിൻ്റെ ഒരു ചെറിയ കോലവും കാര്യങ്ങളൊക്കെ പെണ്ണുമ്പിളിയുടെ അനിയത്തും കൂടി കോലമൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച. പിന്നെ നമ്മുടെ പൊങ്കൽ എല്ലാവർക്കും അറിയായിരിക്കും. ഈ പൊങ്കൽ വെക്കുന്നതിൻ്റെ കാര്യങ്ങളും സെറ്റപ്പൊക്കെ എനിക്ക് വിശദമായിട്ട് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ ദിവസം ഇതായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ കുറേ നാളായി പൊങ്കലിന് നാട്ടിൽ കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അമ്മ പറഞ്ഞു എന്ത് തിരക്കുണ്ടെങ്കിലും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് പൊങ്കലിന് വീട്ടിലേക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 വർഷമായി പൊങ്കലൊന്ന് കൂടിയിട്ടേ. ഇപ്പോൾ ദീപാവലിക്കാണെങ്കിൽ ഞങ്ങൾ എല്ലാ സമയത്തും പോവുകയും ചെയ്യും. പക്ഷേ പൊങ്കലിനാണെങ്കിൽ ഞങ്ങളങ്ങനെ പോവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പൊങ്കൽ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. വർക്ക്ഷോപ്പിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ആ തിരക്കുകളൊക്കെ ഞാൻ മാറ്റി വെച്ച് ലീവ് നേരത്തെ പറഞ്ഞ് ഓണറിൻ്റെ സമ്മതമൊക്കെ വാങ്ങി കുറച്ച് പൈസയും ചിലവിനും അവിടെ നിന്ന് മേടിച്ചിട്ട് പൊങ്കൽ കൂടാനായിട്ട് അങ്ങനെ വന്ന് പൊങ്കലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നല്ലൊരു കുളമാണ്. രാവിലത്തെ അവിടെ ഒരു വൈബ് നല്ല രസമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് കരിമ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ കളക്ട് ചെയ്തു. പിന്നെ ഞാൻ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നേരെ വൈഫിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. വൈഫിൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം അവിടുത്തെ ഒരു ജോലിയും കൂടെയൊക്കെ ആയിട്ട് പെണ്ണുമ്പിള്ള ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചപ്പോൾ പെണ്ണുമ്പിള്ളിക്ക് വാശിയായി എൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് വെള്ളം ഒഴിക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ചെക്കനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഇടയിൽ കയറി ഒന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വാശിയായി. അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കണം തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അത് പകർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് രസം തോന്നി. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാമെന്ന് ഓർത്തിട്ടാണ് ആ വീഡിയോയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിയത്. അപ്പം അങ്ങനെ ഒരു കാഴ്ചയാട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വെള്ളം കുറേ താഴെ പോയി. എന്നിട്ട് ഞാൻ പുള്ളിക്കാരുടെ സമയത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കിടന്നുറങ്ങി. പിള്ളേരൊക്കെ അവിടെ റെസ്റ്റ് എടുത്തു. പെണ്ണുമ്പള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങി. പെണ്ണുമ്പള സാധനങ്ങളൊക്കെ രാത്രി പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങാനാണ് ഇരുന്നത്. പക്ഷെ പറ്റിയില്ല. നാളെ എൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ, അതായത് പെണ്ണുമ്പളയുടെ അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഇന്ന് ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങി. പെട്രോളൊക്കെ തലേദിവസം തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെക്കൻ കരച്ചിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ വേഗം തന്നെ യാത്ര തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിന് മുമ്പ് എത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ ക്രിക്കറ്റ് കളിക്കണ്ടായിരുന്നു പിള്ളേർ. അപ്പോൾ അവരുടെ കൂടെ ചുമ്മാ കുറച്ച് നേരം ക്രിക്കറ്റ് കളിക്കാൻ കൂടി. ആ പിള്ളേരുടെ കൂടെ ഇരുന്ന് നൈസായിട്ട് ഒരു വീഡിയോയും പകർത്തി. അങ്ങനെ അവരുടെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് അവിടെ നിന്ന് പിന്നെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും ഒരു മോരുകട കണ്ടു. അപ്പോൾ വിജയ് സേതുപതി ഇവിടെ മോര് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട കണ്ടപ്പോഴത്തേക്കും ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് അവിടെ നൈസായിട്ട് ഒതുക്കിയിട്ടിട്ട് മോരൊക്കെ കുടിച്ചിട്ട് പിന്നെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നമുക്ക് അടുത്തടുത്ത് കാണാം. ഓക്കെ, ബൈ.